ഹൃതിക് റോഷനും NTRും കേന്ദ്ര കഥാപാത്രങ്ങളെത്തുന്ന പുതിയ സിനിമയാണ് വാർ സിനിമയുടെ രണ്ടാം ഭാഗം. സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട്. സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലാണ് ഒരുങ്ങുന്നത്. സിനിമ ഹിന്ദി മാത്രമല്ല തമിഴ്, തെലുങ്ക്, കന്നഡയിലേക്ക് മൊഴിമാറ്റപ്പെടുന്നുണ്ട്. പിന്നെ സിനിമയിലെ ക്യാരക്ടേഴ്സ് ഏജൻറ്റുമാരാണ്, രണ്ടുപേരും ആർമി ഓഫീസേഴ്സാണ്. സിനിമ സ്പൈ യൂണിവേഴ്സിലൊക്കെ പെടുന്നതാണ്. അതുകൊണ്ട് ഇഷ്ടംപോലെ ഗസ്റ്റ് അപ്പിയറൻസ് വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മുടെ സല്ലു ബായ് വരാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ SRK വരാൻ ചാൻസ് ഉണ്ട്. എല്ലാം ഒരു ഉറപ്പില്ല. ടൈഗർ 3യിൽ SRK വന്ന പോലെ തന്നെ, അതേപോലെ തന്നെ പട്ടാൻ സിനിമയിൽ സല്ലു ബായ് വന്ന പോലെ തന്നെ എന്തെങ്കിലും ആരെങ്കിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് സിനിമയിൽ. പിന്നെ സിനിമയിലെ നെഗറ്റീവ് പാർട്സ് എന്ന് പറയുന്നത് സിനിമയിൽ ആക്ഷൻ സീൻസൊക്കെ തന്നെയാണ്. വലിയ ക്യാൻവാസിലൊക്കെ തന്നെയാണ്, അത്ര ഗംഭീരമൊക്കെ തന്നെയാണ്. പക്ഷേ ഇവർ രണ്ടുപേരും ഏജൻസ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലോജിക്കും ഇല്ല എന്ന് പറഞ്ഞ് ഇതൊരു സ്പൈ മൂവിയാണ്, ലോജിക്ക് നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇത് ഇച്ചിരി കൂടിപ്പോയി, ഇച്ചിരിയല്ല വളരെ ഓവറായിട്ടുള്ള ഓരോ സ്റ്റൺസൊക്കെയാണ് പേഴ്സണലി ഞാൻ പറയുന്നത്. ഇത് ഫസ്റ്റ് സിനിമയുടെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ഒന്നുമല്ല, ചില അവിടുന്ന് ഇവിടുന്നൊക്കെ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഉണ്ട്. ഒന്നാം ഭാഗത്തിലെ ടൈഗർ ഷറഫിൻ്റെ ക്യാരക്ടർ ട്രെയിലർ കട്ടിനകത്ത് ജസ്റ്റ് ഒന്ന് വന്ന് പോകുന്നുണ്ട്. ചിലപ്പോൾ സിനിമയിൽ വല്ല സ്റ്റോറി ടെല്ലിങ്ങും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും ട്രെയിലർ കണ്ടിട്ട് ഒരു മോശം സിനിമ എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ നമുക്ക് കിട്ടും. സിനിമ IMAX ഫോർമാറ്റിലും കൂടി ഇറങ്ങുന്നുണ്ട്. പിന്നെ ഞാൻ പേഴ്സണലായിട്ട് പറയുവാണ്, NTRൻ്റെ ആ ഒരു പ്രസൻസ്, ആ ഒരു ആക്ഷൻ സീക്വൻസ് എനിക്ക് ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ടു ആ ട്രെയിലർ കട്ടിൽ. പിന്നെ ഈ സിനിമയിൽ നിന്ന് വേറൊരു ചെറിയൊരു അപ്ഡേറ്റും പുറത്ത് വന്നിട്ടുണ്ട്. സിനിമയിൽ ആലിയ ഭട്ട് ഒരു ക്യാമിയോ റോള് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. സ്പൈ യൂണിവേഴ്സിലെ ഒരു പുതിയൊരു ക്യാരക്ടറായ ഏജൻറ്റ് ആൽഫ എന്ന ഒരു ക്യാരക്ടറായിട്ട് ആലിയ ഭട്ട് വരും എന്നാണ് അപ്ഡേറ്റ് എല്ലാം പറയുന്നത്. ഉറപ്പായിട്ടും ഏജൻറ്റ് മൂവീസിലൊക്കെ ഈ ലോജിക്ക് നോക്കിയിട്ട് ഒരു കാര്യമില്ല. നല്ലൊരു സ്റ്റോറിങ് ഉണ്ടോ, നല്ലൊരു എൻ്റർടൈനറാണ്, ഉറപ്പായിട്ടും പടം ഹിറ്റാവുക തന്നെ ചെയ്യും. പിന്നെ സിനിമയിൽ NTR വരുന്നുണ്ട്. അതുകൊണ്ട് സിനിമ ആന്ധ്ര, തെലുങ്കാന ബോക്സ് ഓഫീസിലൊക്കെ ഉറപ്പായിട്ടും സിനിമ ഹിറ്റാവുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വാർ സിനിമയുടെ ഒന്നാം ഭാഗത്തിനെക്കാട്ടിലും വലിയ ബജറ്റിലാണ് രണ്ടാം ഭാഗം ഒരുങ്ങുന്നത്. പിന്നെ സിനിമയിലെ ക്ലൈമാക്സ് എക്സാക്ട് 1ലെ ക്ലൈമാക്സ് പോലെ തന്നെയാണ് ട്രെയിലർ കട്ടിനകത്ത് തോന്നിയത്. പറയാൻ പറ്റത്തില്ല, സിനിമ ഇറങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ നല്ല ചാൻസ് ഉണ്ട്. പിന്നെ പേഴ്സണലി ആ ഒന്നാം ഭാഗത്തിൽ ആ കാർ ചേസ് എനിക്ക് പേഴ്സണലി ശരിക്കും തന്നെ ഇഷ്ടപ്പെട്ട ഒരു സീനാണ്. പിന്നെ ഞാൻ പറഞ്ഞത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം മാത്രമാണ്. നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് അടി കമൻറ്റ് ചെയ്തേക്ക്. എൻ്റെ അപ്ഡേറ്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിച്ചേരി.